ഇനി കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ്. കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. ഫോമ മിഡ് അറ്റ്ലാന്റിക് റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഫിലഡൽഫിയയിൽ യുവജനോത്സവം സംഘടിപ്പിച്ചു. സംഗീതം, നൃത്തം, പ്രസംഗം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു പ്രധാന മത്സരങ്ങൾ. ന്യൂജേഴ്സി, ഡെലവേ, പെൻസിൽവേനിയ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 100-ൽ പരം കലാകാരന്മാർ യുവജനോത്സവത്തിൽ പങ്കെടുത്തു. ഫോമ ഭാരവാഹികളായ ജിബി തോമസ്, സാബൂസ് കറിയ, ജോജോ കോട്ടൂർ, ബോബി തോമസ്, ചെറിയ കുര്യൻ, ഹരികുമാർ രാജൻ, സന്തോഷ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് യുവജനോത്സവം ഒരുക്കിയത്. ഔദ്യോഗികമായിട്ട് ഫോമ മിഡ് അറ്റ്ലാന്റിക് റീജിയന്റെ യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് I wish you all very good luck and may God guide you forward. Thank you very much. Give them a big applause, please. I have the Kala Pratibha, Kala Tilakam, Junior Kala Tilakam on the stage, please, together, please. Hana Panikar, please come to the stage. All the... Devi, Ajit Kumar, to be stand in front of you for this moment. Thank you all again.
ഏഷ്യൻ അമേരിക്കൻ ഹെറിറ്റേജ് മാസത്തിൻ്റെ ഭാഗമായി ഏഷ്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ കമ്മിറ്റി 3 മലയാളികളെ അവാർഡ് നൽകി ആദരിച്ചു. ജോഫ്രിൻ ജോസ്, ഡോക്ടർ മേരി കണ്ണങ്കേരിൽ, ഷിനു ജോസഫ് എന്നിവരാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. AARC പ്രസിഡന്റ് ഡോക്ടർ പ്രിസില്ല പരമേശ്വരൻ സ്വാഗത പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഹാരി സിംഗ്, റോബ് ആസ്റ്റോറിയ, തോമസ് കോശി, ജോൺ ഐസക്, ഷോബി ഐസക്, വെൻ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അവാർഡ് ഞങ്ങൾക്ക് മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെയുള്ള നമ്മുടെ യുവതലമുറയ്ക്ക് മൊത്തം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ ഈ വർഷത്തെ വെസ്റ്റ്ചെസ്റ്റർ റിപ്പബ്ലിക്കൻ പാർട്ടി എൻ്റർപ്രണർ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ കിട്ടിയ അവസരം ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. And to our honorees tonight, congratulations on your distinguished award. We're all very, very proud of you, and we're very proud of the diversity of our county. We talk about that often, and that we are the 4th most diverse county in all of New York. We've got a growing Asian American population here, so we're proud that you decided to have your business here or to live here. O Lord of the universe, please take away all the evil that is impeding our progress and grant us everything that's beneficial to mankind. Thank you. Appreciate it and hope all enjoy this night. Tonight we are going to honor many individuals in our community who have achieved so many wonderful things over this year. I said in the past that the Asian Republican Committee is the Delta Force of the Republican Party, and you truly are. We have called upon you time and time again, and all of our victories are made possible through your help and support. Introducing our Person of the Year, Dr. Mary Kannankeril. It's a privilege for me to receive this, and I'm truly humbled by this experience. You know, when you have a passion in life, you pursue that passion. That gives you great satisfaction. Thank you also for allowing us to be a part of this glorious platform you created. All of the honorees here tonight are role models that can without a doubt inspire the young people of our community to become outstanding future leaders. Tonight, I'm proud to be a part of this event. Thank you all again for honoring us as Entrepreneur of the Year. This award is an extra fuel for my future travel in the business field. And one more thank you to everybody. Thank you. ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷനും നോർത്ത് ടെക്സസ് നഴ്സസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. നഴ്സിംഗ് ദ ബാലൻസ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് വിക്ടോറിയ, ഇംഗ്ലണ്ട് പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസ് തങ്കപ്പൻ, സൽമാൻ ഫറോഷി, ബാബു മാത്യു, PC മാത്യു, ഡോക്ടർ ജാക്കി മൈക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസിൻ്റെ 22ാമത് വാർഷികാഘോഷവും നഴ്സസ് ഡേ സെലിബ്രേഷനും ഡാലസിൽ കൊണ്ടാടി. UT സൗത്ത് വെസ്റ്റേൺ ഹോസ്പിറ്റൽ മാഗ്നറ്റ് ഡയറക്ടർ മിസ് വിക്ടോറിയ, ഇംഗ്ലണ്ട് ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായിരുന്നു. നൈന പ്രസിഡന്റ് ഡോക്ടർ ജാക്കുലിൻ മൈക്കൽ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഡാലസിൽ നിന്നും അഞ്ജു ബിജ്ലി.
extend my respect and gratitude for all the founding members who gave life to the noble idea of bringing the Indian American nurses in this country together under one umbrella. 22 years ago, on March 11, 1995, after a small group of Indian nurses who migrated to the United States in the late 60s and early 70s had their mind turning, they just weren't happy with just working for paycheck. They had a desire for a brighter future for nursing profession. Nursing in its modern form has become a profession with high standards and a strong sense of public service for almost 150 years. Nursing profession is a noble profession. A nurse is a real leader in all aspects. Today, we will be presenting the awards to recognize the nurses who received awards and recognitions for their outstanding contributions to nursing field. God found some wonderful men and women and made them nurses. They may never forget your name, or actually they may forget your name, but they will never forget how you made them feel. Nurses, you rock. Thank you for giving me this privilege and this opportunity. I always say it does not take light away from your candle to light another candle. And that's what nurses are all about. It's my honor and privilege as the secretary of this organization to express my thanks to everyone here. ന്യൂജേഴ്സിയിലെ യുവ സംഘടനയായ ബീറ്റ്സ് ഓഫ് കേരള 10ാം വാർഷികം സംഘടിപ്പിക്കുന്നു. വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് കിക്ക് ഓഫ് റോക്ക്ലൻഡിലെ സിത്താർ പാലസിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ ബാബു കെ മാത്യു, സുനിൽ ട്രൈസ്റ്റാർ, PT ചാക്കോ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. ജൂൺ 17-ന് 10ാം വാർഷികം അരങ്ങേറും. അനേകം യുവജനങ്ങളെ കലാ തലങ്ങളിലൊക്കെയും വളരെയധികം ശോഭിക്കുന്നവരാണ്. പലപ്പോഴായൊരു സന്ദർഭം കിട്ടുന്നില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള സംഘടനകൾ തീർച്ചയായിട്ടും അവരെ ഉത്സാഹപ്പെടുത്തുവാനും അവരെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ സാധിക്കണം. അതിനെ നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മളായ കാര്യങ്ങളെ യുവജനങ്ങൾ കൂടുതൽ സംഘടിക്കുവാനും അങ്ങനെ കലാരംഗത്ത് അവരെ കൂടുതൽ കൊണ്ടുവരാൻ ഇടയാകണം. അത് നല്ല സംഗതിയാണ്. നമുക്ക് സാമൂഹിക രംഗത്ത് വലിയ ഒരു ഉണർവുണ്ടെന്ന് സാധിക്കും. അങ്ങനെ ഈ സംഘടന ഇപ്പൊ ഇന്നിപ്പോഴേ 50 പേരുണ്ട്. നിങ്ങളത് ധാരാളം യുവജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ വലിയ ഒരു പ്രശ്ന സംഗതിയൊന്നുമല്ല. ഇവരെയൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വലിയ ഒരു സംഘടനയായിട്ട് വളർത്തി കൊള്ളണം സാധിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെല്ലാം ചെറിയ രീതിയിൽ വരും. ഒന്നും ഉടനെ പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കുന്ന ഉടനെ TV കാണണം. TV കാണുന്ന ഉടനെ ഭക്ഷണം കഴിക്കണം. ഒന്നിനും ശ്രദ്ധയില്ല. ഒരു സീരിയസ്നെസ് ഒന്നിനും അങ്ങോട്ട്. യുവജനങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരും ഇവിടെ ജനിച്ചു വളർന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഒരു മൈതാനത്ത് ക്രിക്കറ്റ് കളിക്ക്
വെച്ചാണ് ഈ ഒരു ക്ലബ്ബ് തുടങ്ങിയത്. ഈ ബീച്ച് സോക്കർ ലീഗിന്റെ തുടക്കം ബർഗൺ ടൈഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ്. നോർത്തേൺ ന്യൂജേഴ്സിയിലെ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് ഗ്രൂപ്പാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു ന്യൂജേഴ്സിൽ ഒരു ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ക്ലിഫ്റ്റണിൽ ഒരു ഗ്രൗണ്ട് കണ്ടുപിടിച്ചു. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ബാബു അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നു 2007 നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ ആദ്യമായി ഒരാളെ നമ്മൾ പോയി സംസാരിച്ച് ഇത് തുടങ്ങണേ എങ്ങനെയാണ്, ഇതിനൊരു അനുഗ്രഹം ചോദിച്ചു ചെന്നത് ഞങ്ങൾ ബാബു അച്ഛൻ്റെ അടുത്താണ്. ഇതിന്റെ ബീച്ച് ഓഫ് കേരളയുടെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ചെക്കും അച്ഛൻ്റെ കയ്യിലാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ജിനു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഗിൽബർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ അടിത്തറ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ വൺ ഓഫ് ദ ഫൗണ്ടിങ് ടീമാണ് ബർഗൺ ടൈഗേഴ്സ്, അതായത് ബീച്ച് ഓഫ് കേരളയുടെ അടിസ്ഥാനമായ ക്രിക്കറ്റ് ടീം. ഞാൻ കണ്ടിടത്തോളം ഏറ്റവും ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെയാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി വേറെ എങ്ങും പോയാലും ഇത്രയധികം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടില്ല, സത്യത്തിൽ ഇല്ല, എങ്ങും ഇല്ല. അപ്പം നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലരായ പ്രവർത്തകരും കൂടെ സ്പോർട്സുമായിട്ട് ഒത്തിരി ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ഒത്തിരി സ്പോർട്സ് നടത്താൻ എനിക്കറിയാം. US വീക്ക്ലി റൗണ്ടപ്പിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.